ഒരു വാർത്തയുണ്ട്. ഒരു യുവതി KSRTC ബസ്സിൽ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ അതിൻ്റെ ശരിയും ശരികേടുമൊന്നുമല്ല പറയുന്നത്. പക്ഷേ ആ യുവതി, ആ സ്ത്രീ എൻ്റെ ഭാര്യയാണ്, DYFI നേതാവ് വസീഫിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രചരണം വരിക. അത് ആദ്യം വന്നത് നിങ്ങളുടെയൊക്കെ ചാനലിൻ്റെ, അതൊന്ന് ന്യൂസ് മലയാളം ചാനലിൻ്റെ, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒക്കെയുള്ള എംബ്ലം വെച്ച് അവരുടെ വാർത്തയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. തുടക്കത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ വന്നു, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും ഇത് അയച്ചു തരുമല്ലോ, ഇത് കാണുന്നവരൊക്കെ അയച്ചു തരും. ഒരു കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പേര് കേട്ടാൽ കൊണ്ടോട്ടിയിലെ ഏതോ CPMകാരുടെ ഇടതുപക്ഷക്കാരുടെ പേജാണ് എന്ന് തോന്നും. കൊണ്ടോട്ടി സഖാക്കൾ അതിൽ വന്നു. പിന്നീട് കുറേയേറെ ആളുകൾ ഇത് ഏറ്റുപിടിക്കുക. അതിലേറ്റവും പ്രയാസം തോന്നിയത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ സെക്രട്ടറിയോ മറ്റോ ആണ്. അവരൊരു പോസ്റ്റ് ഇടുക. കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ DCC സെക്രട്ടറി അവർ ഈ പോസ്റ്റർ എടുത്ത് പ്രചരിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടു. എന്നിട്ട് വ്യാപകമായിടുന്നു. BJP കേരളം പേജ്, അങ്ങനെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP ഹാൻഡിലുകളിൽ നിന്ന്, ഒരു വലതുപക്ഷ കൂട്ടായ്മയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ വരിക. എന്നെ ഇതിലേക്ക് വലിച്ചേക്കാനും എൻ്റെ ഭാര്യയെ, എൻ്റെ കുടുംബത്തെയൊക്കെ ഉപയോഗിക്കാനും ഒക്കെ അവർ ഉപയോഗിക്കുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഈ കൊടിയുടെ താഴെ നിൽക്കുന്ന ഈ കൊടിക്ക് വേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രവർത്തനം നടത്തുന്ന ഒരു സഖാവായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ വ്യാജ പ്രൊഫൈലുകൾ ഇവിടെ കുറച്ചുണ്ട്. ഇത് ആരുടെ കയ്യിലാണ്, ആരാണ് ഇതിൻ്റെ നിയന്ത്രണം എന്നുള്ളതൊക്കെ ഒന്നുകൂടി ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഇനി ഇപ്പോൾ പോലീസൊക്കെ, ഇപ്പോൾ നമുക്കറിയാമല്ലോ, അവർ പരിശോധിച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെ നോക്കാം. ഇനിയിപ്പോൾ പോലീസും എല്ലാവരും ഇതിലിറങ്ങണം എന്നുള്ള അഭിപ്രായം കേട്ടോ, ഞങ്ങൾ മാത്രം എന്നുള്ളതല്ല, എല്ലാവരും. ഇതൊരു വലിയ അപകടമായി നിലനിൽക്കുക. അത് ഞങ്ങൾ ആ രീതിയിൽ കാണണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. ബാക്കി നോക്കാം നമുക്ക്.